കലാഭവമണിയുടെ നായികയാകാൻ ദിവ്യ ഉണ്ണി വിസമ്മതിച്ചു. ഇത് ആദ്യത്തെ അവസാനത്തെ റിപ്ലൈ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ പഷ്ണിക്കിടുക, അത് പഷ്ണി കിടന്ന് അത് ചാവട്ടെ എന്ന്. കൾച്ചർ എനിക്ക് അവിടെയും കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതായത് കൾച്ചറിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് അവിടെയും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാലേട്ടനെ ഒക്കെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, അതാണല്ലോ അവരുടെ എളിമയും, അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. സിനിമയിലേക്ക് എന്നായിരിക്കും ഒരു തിരിച്ചുവരവ്? അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളായിട്ട് എപ്പോഴും അടുത്ത് നിന്ന് അഭിനയിച്ച ഒരാളുടെ പേര് പറയാൻ ആരെ പറയാം? നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടി, ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് കോളേജ് ജീവിതത്തിലൊക്കെ ഒത്തിരി സിനിമകൾ കണ്ടെങ്കിലും ഈ നടിയുമായിട്ടൊന്ന് ഇരിക്കാൻ ഞാൻ മലയാളത്തിൽ മിക്ക ആളുകളെ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയെങ്കിലും ഇന്ന് വരെ സാധിക്കാത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവ്യ ഉണ്ണിയാണ് എന്നോടൊപ്പം. ദിവ്യ ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതുവരെ നമ്മൾ തമ്മിൽ ഇരുന്നിട്ടില്ല. ഇല്ല, ഒരുപാട് സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷം. എന്തായാലും ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. അതെ, ഒരു വലിയ പ്രൊജക്റ്റ് ഡിസംബർ 29-ാം തീയതി കൊച്ചിയെ പിടിച്ചു കുലുക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കട്ടെ. മൃദംഗനാദം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇവൻ്റാണ്. മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ആർട്ട് മാഗസിനാണ്. അവരുടെ ലോഞ്ചിനോട് അനുബന്ധിച്ച് അവരുടെ ഒരു വിഷനാണിത്. 12,000 നർത്തകർ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റാണ്. അപ്പോൾ 12,000 നർത്തകർ ഒരേ സമയം ഒരു 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. 8.5 മിനിറ്റാണ്. 8.5 മിനിറ്റാണ്. അതെ, ആ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ കൈതപ്രം തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരൻ സാറാണ് അതിൻ്റെ സംഗീതം. അനൂപ് ജിയാണ് അത് പാടിയിരിക്കുന്നത്, അനൂപ് ശങ്കർ. ഒരേ സമയത്താണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ നിർണ്ണയിക്കുന്നത് അല്ലേ? അതെ. ഇവരുടെ വേഷവിധാനമൊക്കെ എങ്ങനെയാണ്? ഇവരുടെ വേഷവിധാനം അത് കസ്റ്റമൈസ് ചെയ്ത് കല്യാൺ സിൽക്സ് ആണ് അത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. മൃദംഗനാഥത്തിൻ്റെ ആ ഒരു ലോഗോ ഡിസൈനുള്ള ബ്ലൗസും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സാരി, ഒരു നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ഒരു ബ്രൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് സാരി ലുക്കിലാണ് സ്റ്റുഡൻസ് എല്ലാവരും എത്തുന്നത്. കാരണം സിങ്ക്രണൈസ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പത്തിനും പിന്നെ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവർക്കും മൃദംഗ വിഷൻ വഴി നമ്മൾ സാരികൾ എത്തിച്ചു കൊടുക്കുകയാണ്, രജിസ്റ്റർ ചെയ്തേക്കണം എല്ലാവർക്കും. ഇതൊരു ചലഞ്ചായിരിക്കില്ലേ? ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ ഗിന്നസ് ബുക്കിലേക്കുള്ള ഒരു സെലക്ഷനിലേക്ക് വരുമ്പോൾ വലിയൊരു ചലഞ്ചായിരിക്കില്ല? അത് ചലഞ്ചാണ്. അതെ, തീർച്ചയായിട്ടും ചലഞ്ചിനെക്കാട്ടിലും നമ്മൾ അതൊരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളിപ്പോൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളത് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ആ വാക്ക് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ, നമ്മൾ ശ്രമിച്ചാൽ എന്തും നടക്കും. സോ നമ്മുടെ ശ്രമമാണിത്. അതിന്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. നമുക്കറിയാം. ഇവരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഗുരുക്കന്മാർ വഴിയുള്ള രജിസ്ട്രേഷനാണ്. സോ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു 25ഓളം സ്റ്റുഡൻസ് അവരുടെ കീഴിലുള്ളവർ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അവർ ഈ മാഗസിനെ വെബ്സൈറ്റ് വഴി കോൺടാക്റ്റ് ചെയ്യുകയും അവരതിലൊരു രജിസ്റ്റേർഡ് ടീച്ചർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം 25 എന്നുള്ളത് അവർക്ക് അതിൻ്റെ കീഴിൽ അവർ ഏറ്റെടുക്കുന്ന എത്ര സ്റ്റുഡൻസിനെയാണോ അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത്. ഈ ഗുരുക്കന്മാർ വഴി മാത്രമാണ് രജിസ്ട്രേഷൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടിപ്പോൾ ഞാൻ ഇൻഡിവിജ്വലി എനിക്ക് വന്നിട്ട് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ പരമ്പര ഗുരുവിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഈ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ, നല്ലതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഗുരുക്കന്മാർ വഴി തന്നെ. അപ്പോൾ ഈ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഇപ്പോൾ വീഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ഗുരുവാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ നമുക്കൊരു ക്ലോസ് ടു 500-600 ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ ഈ 12,000 പേരെ മോണിറ്റർ ചെയ്യാനും പഠിപ്പിക്കാനും അഭ്യസിക്കാനും. സോ പല ഏരിയാസ് ഓഫ് ദ വേൾഡിൽ നിന്ന് ടീച്ചേഴ്സ് ആർ ട്യൂട്ടറിങ്. അതിന്റെ സെലക്ഷൻ ഒരു പ്രതിസന്ധി വരില്ല? ഇപ്പം എനിക്കൊരു 5 സ്റ്റുഡൻ്റ് ഉണ്ട്, എൻ്റെ ഒരു 5 സ്റ്റുഡൻറ്റ്, എനിക്ക് 5 സ്റ്റുഡൻറ്റും എൻ്റെ മക്കളാണ്. ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും ഒരാളെ? ഇല്ല, അവരായിട്ട് സ്റ്റുഡൻസ് ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കണം. അതാണ് സ്റ്റുഡൻസ് ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കണം.
ടീച്ചേഴ്സ് സെലക്ട് ചെയ്ത് വിടുന്നതല്ല. ഇതിപ്പോൾ ടീച്ചേഴ്സ് എൻ്റെ ഇത്ര സ്റ്റുഡൻസിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വിടുന്നതല്ല. അവരുടെ ഫാമിലീസിനും താല്പര്യം ഉണ്ടാവണം. പിന്നെ നമ്മൾ 7 വയസ്സെന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഏജ് 7 തൊട്ട് എനി ഏജ്, അങ്ങനെ ഏജും വെച്ചിട്ടുണ്ട് 7 വയസ്സ് തൊട്ട്. പക്ഷെ എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആകണം അത്, അല്ലേ? എനിക്ക് തോന്നുന്നു ദിവ്യാണി ഇതിനു മുമ്പും വന്നിട്ട് പോയത് ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷം മുമ്പ് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്നും ഞാൻ ആക്ച്വലി വർഷത്തിൽ 3-4 തവണ വരാറുണ്ട് നൃത്ത പരിപാടികൾക്കായിട്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇതിന് മുമ്പ് വന്നത് ശിവരാത്രിക്ക് ഒരു പ്രോഗ്രാമിനാണ്, മാർച്ചിലാണ് വന്നത്. അതിന് മുൻപ് വന്നത് പൂർണ്ണത്രേശൻ്റെ തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിനാണ് വന്നത്. നൃത്തത്തിലാണ്. എത്ര സ്റ്റുഡൻ്റ് ഉണ്ട് ഇപ്പോൾ? കണക്കെടുക്കാന്ന് പറഞ്ഞാൽ കണക്കെടുക്കാറില്ല ഞാൻ. അല്ല, എവിടെ പോയാലും സംതൃപ്തിയാണല്ലോ. നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ എല്ലാ മേഖലയിലും, അല്ലേ? അവരുടെ വളർച്ച കാണുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു അഭിമാനവും സന്തോഷവും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ് അത്. ഒരു പക്ഷേ ഒരു ടീച്ചറിൻ്റെ മകളായിട്ട് അല്ലേ ജീവിതം മുഴുവൻ. എൻ്റെ അമ്മയും അധ്യാപികയായിരുന്നു, സംസ്കൃത അധ്യാപികയായിരുന്നു. അതിൻ്റെ ഒരു ബാക്കിംഗ് ആണ്. പിന്നെ അവിടെ ചെന്നിട്ടും ഇപ്പോൾ 20ാമത്തെ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ. ആരംഭിച്ചിട്ട് 20ാമത്തെ വാർഷികമായിരുന്നു കഴിഞ്ഞ വർഷം. ഇതിപ്പോൾ 21ാമത്തെ വർഷമാണ്. അപ്പോൾ അതിനൊരു പറഞ്ഞ പോലെ തന്നെ പഠിപ്പിക്കുന്നതും അവരുടെ വളർച്ച കാണുന്നതും അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് കണ്ടിന്യൂ ചെയ്യുന്നത് കാണുമ്പോഴുള്ളൊരു സംതൃപ്തി അത് വേറെ തന്നെയാണ്. ഒരു ടീച്ചർ എന്ന നിലയിലാണ് ഏറ്റവും തൃപ്തിയുള്ളത്, ഒരു നടി എന്ന നിലയിലാണോ? അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിപ്പോൾ അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം ഒക്കെ ചോദിക്കാൻ ആ ഒരു ക്ലീഷ പോലെ ആയിരിക്കും. കാരണം അങ്ങനെയില്ല. നൃത്തത്തിൽ നിന്നും അറ്റൻഷൻ കിട്ടിയിട്ടാണ് അഭിനയ രംഗത്തേക്ക് വന്നത്, അതായത് യുവജനോത്സവ വേദികളിൽ നിന്നുമൊക്കെ. അപ്പോൾ അവിടെ നിന്നും സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അമ്പലം പ്രോഗ്രാംസും അവാർഡ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഡാൻസിൽ സജീവമായിരുന്നു. പിന്നീട് അവിടെ എത്തിയപ്പോഴും ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. കല്യാണ സുഗന്ധം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇടം പിടിച്ച ആള്. പിന്നീട് ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കാടെ ഒപ്പമൊക്കെ അഭിനയിച്ച് മലയാളികൾ എന്നും ഇഷ്ടപ്പെട്ട നടി പെട്ടെന്ന് സുപ്രഭാതത്തിൽ സിനിമകളിൽ നിന്നും അകന്നു പോയപ്പോൾ, മാറി നിന്നപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്നൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ അതിന് ശേഷവും എന്നോട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് പെട്ടെന്ന്. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. അത് ഡോക്യുമെന്റഡ് അല്ല. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സമയത്തായതുകൊണ്ട് ഡോക്യുമെൻറ്റിങ് എളുപ്പമാണ്. അതിന് ശേഷവും ഞാൻ ഏഷ്യാനെറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് അവതാരികയുടെ ഇതിൽ ചെയ്തിരുന്നു. അവിടെ എത്തിയതിന് ശേഷവും അമേരിക്കൻ ജാലകം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഏകദേശം ഒരു 200-250 എപ്പിസോഡ്സോളം അവിടെ നിന്ന് ഞാൻ ചെയ്തിരുന്നു. കൂടാതെ ഇവിടെ 1-2 സീരിയൽസും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമിയോ റോൾസ് അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തിരുന്നു. സോ എപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കും അഭിനയത്തിൽ നിന്നും ഇങ്ങനെ അങ്ങനെ വലിയ വിടവാങ്ങലോ മാറി നിൽക്കലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കർമ്മരംഗമില്ലേ, നമുക്കിപ്പോൾ ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ, നമ്മൾ ചെയ്യുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് വാട്ട് വി ഡു റിമെയിൻസ് ദ സെയിം അല്ലേ. സോ എനിക്ക് അങ്ങനെ ഒരു വലിയ വ്യത്യാസം തോന്നി. പക്ഷേ ഇതൊരു സ്ഥിരം ഞാൻ ഫേസ് ചെയ്യേണ്ട ചോദ്യമാണ്. ഇതിന് മറുപടി കൊടുത്ത് മടുപ്പൊന്നുമില്ല. അവിടെയുള്ള ഒരു പോയിന്റ് ഇതാണ് ദിവ്യാണി ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ചിരി വരുന്ന മറവത്തൂർ കനവിലെ ആ ശ്രീനിച്ചേട്ടനുമായിട്ട് ആ വെള്ളം അടിച്ചതിനെ കുറിച്ച് സീരിയലുണ്ട്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടണം, ഒഴി പിടിക്കാനുള്ള ഒരു ഓട്ടമുണ്ട്. അത് രാവിലെ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ രാവിലെ ദിവ്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുമ്പ് ഓടാൻ പറയും. അപ്പൊ ഒരു വ്യായാമവും ആവും, നമുക്ക് സീനും എടുക്കാതെ. ഞാനൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു അത്ര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമയൊക്കെ. അങ്ങനെ എല്ലാ സിനിമകളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളത്. ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ഏത് കഥാപാത്രം പറയാൻ പറ്റും? എല്ലാം നമ്മുടെയാണ് കേട്ടോ. എങ്കിലും നേരത്തെ ആൻസർ പാടില്ല, അച്ഛനും അമ്മയും എന്നുള്ള ആൻസർ പാടില്ല. കൃത്യ ആൻസർ വേണം എനിക്ക്. കൃത്യ ആൻസർ വേണം. ഓക്കെ, ആകാശഗംഗ. ബിക്കോസ് നമ്മൾ സൂപ്പർ നാച്ചുറൽ ആണല്ലോ. ഹാർഡ് ടു എന്താ പറയുക, നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി മനസ്സിരുത്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത കാര്യമാണല്ലോ നമ്മൾ ഈ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രണ്ട് തരം വിശ്വാസമുള്ള കാര്യമാണല്ലോ. പ്രേതം ഉണ്ടെന്നും പ്രേതമില്ല, ആത്മാവുണ്ട് ഇല്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു
ഈവിൾ പവർ അതൊക്കെ കൊണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം ഞാൻ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഇതിപ്പം നമ്മൾ പിന്നീട് ലൈഫിൽ ആലോചിക്കുമ്പോൾ അവയർനെസ് കൊണ്ട് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റണമെന്നേ ഉള്ളൂ. അന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. ഈ ആകാശഗംഗ 2 കാണിച്ചു പോകുന്നുണ്ട്. ആകാശഗംഗ 2 ഞാൻ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. വിനയ് സാറിന്റെ സിനിമയിൽ ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. 2 സെക്കൻഡ് പാർട്ടിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചേച്ചിയെ കാണിച്ചു പോകുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് അഭിനയിക്കില്ല, പഴയ സീനുകൾ ഓർമ്മപ്പെടുത്തി കൊണ്ടുപോകുന്നുള്ളൂ. ആകാശഗംഗ ഒരു വലിയ സിനിമയായിരുന്നു. ഒരു യക്ഷി കഥാപാത്രങ്ങൾ ഏത് രീതിക്കെന്നുള്ള ചിത്രീകരിച്ച സിനിമ 2ലേക്ക് വന്നപ്പോൾ സാങ്കല്പികമായി മാറുന്നു. ജീൻസ് ഇട്ട യക്ഷിയായി മാറുന്നു. അന്ന് വെള്ളയും ഇടുന്ന യക്ഷിയാണെങ്കിൽ അന്ന് ജീൻസ് ഇട്ട യക്ഷിയായി മാറുന്നു 2 വരുമ്പോൾ. അങ്ങനെ വ്യത്യാസം. അതെല്ലാം ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കഥകൾ കേട്ട് വളരുന്നവരാണ് അല്ലെ, യക്ഷിക്കഥകൾ കേട്ട് വളരുന്നതാണ്. ഇപ്പൊ യക്ഷിക്കഥകൾ പറയുന്ന മുത്തശ്ശിമാരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിയാൽ എങ്ങനെ ഉണ്ടാവും ചേച്ചിക്ക് ആ കാലഘട്ടങ്ങൾ? പഴയ മുത്തശ്ശി കഥകൾ കഥകളും കവിതകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അമ്പലങ്ങളുടെയൊക്കെ സജീവ സാന്നിധ്യമുള്ളൊരു ലൈഫായിരുന്നു എൻ്റെ. രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ തൊഴുത്, അച്ഛൻ്റെ കുടുംബക്ഷേത്രവും അമ്മയുടെ കുടുംബക്ഷേത്രവും, പിന്നെ എന്നും വൈകുന്നേരം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രാമായണം വായനയും അതൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ എനിക്കുണ്ടായിരിക്കുന്ന ഗുരുക്കന്മാരും ഒരുപാട് കഥകളിലൂടെ നൃത്തം പഠിപ്പിച്ചു തന്നിരിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് കഥകൾ വലിയ ഇഷ്ടമാണ്. എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങും വലിയ ഇഷ്ടമാണ്. അപ്പോൾ കഥയും കവിതയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ക വെജിറ്റേറിയൻ ആണ് അതെ അല്ലേ? അതെ. എന്നിട്ടാണ് മറവത്തൂർ കനവിൽ ചിക്കനൊക്കെ വിളമ്പി ചിക്കൻ വിളമ്പി അവര്. പക്ഷെ അത് ടേസ്റ്റ് ചെയ്യണ വല്ല സീനും എനിക്ക് വേണ്ടി മാറ്റിയോന്ന് എനിക്കറിയില്ല. പക്ഷേ വിളമ്പി. അതെ, പക്ക വെജിറ്റേറിയനായ ദിവ്യാവണ്യാണ് ചിക്കൻ വിളമ്പിയത്. അന്നൊക്കെ അത് ചെറിയൊരു, അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. 100% വലിയ. അന്നൊന്നും സോഷ്യൽ മീഡിയയിൽ, ഇപ്പോഴൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ചർച്ചയിലേക്കൊക്കെ വീണ്ടും കൊണ്ടുപോവുകയാണ്. ഞാനൊക്കെ ഒന്ന് യാത്ര ചെയ്യിക്കുകയാണ് ദിവ്യാവണ്യെ. ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ കൂടെയൊക്കെ അഭിനയം അല്ലെ. ലാലേട്ടനോടെ 2 സിനിമയാണ് തുടങ്ങി. ഒന്ന് അനിയത്തിയ, ഒന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നായികയായിട്ട് 2 സിനിമയാണ് അല്ലെ. അവർ തമ്മിലുള്ള എക്സ്പീരിയൻസ്, അന്നത്തെ കാലത്തെ എക്സ്പീരിയൻസ്, ഇന്ന് അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് കോണ്ടാക്ട് ഉണ്ട്? എങ്ങനെയാണ് ദിവ്യാണ്ണിയുടെ ഒരു യാത്ര? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ഉള്ളപ്പോഴത്തെ എന്താ പറയുക, കോമ്പിനേഷൻ സീനിൻ്റെ സമയത്തുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളും തന്നെയാണ്. അല്ലെങ്കിലൊക്കെ നമ്മളൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ പറഞ്ഞ പോയിട്ട് തന്നെ 2ാമത്തെ സിനിമയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് വന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ലാലേട്ടനെയൊക്കെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി നമുക്ക് ആ കോൺഫിഡൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. അതെപ്പോഴെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അത്രയും മൈറ്റി ആയിട്ടുള്ള ആക്ടേഴ്സിന് മുമ്പിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ബിഗിനർ ആയിരിക്കുമല്ലോ. സോ അത് തന്നെയാണ് അന്നും ഇന്നും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ഇന്നും ഉണ്ട് സ്റ്റാർ ഷോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കും അന്ന് കുറേ ഈ അമ്മയുടെ പ്രോഗ്രാം ക്യാമ്പുകൾ, അതൊക്കെ കുറേ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും റിഹേഴ്സൽസും അവർ കഥകൾ പറയുന്നതും ഗ്രൂപ്പായിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാവരും ഒന്നിച്ച് അങ്ങനത്തെ ഒക്കെ കുറെ മൊമെന്റ്സ്. ഈ 2ാമത്തെ സിനിമയാണല്ലോ ഈ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്നത്, ഉസ്താദ്. അല്ല, ഉസ്താദ് 2 വർണ്ണപ്പോയിട്ടാണല്ലോ. അത് 2 സിനിമയിലും ഒരേപോലെ, ഒന്ന് അനിയത്തിയായിട്ടും നായികയായിട്ടും അഭിനയിച്ച് 2 നായികമാരിലെ പ്രാധാന്യമുള്ള സിനിമ. പക്ഷെ അന്ന് ലാലേട്ടൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാതെ ഓർത്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അന്ന് ലാലേട്ടൻ നമ്മൾ സെറ്റിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇന്നത് പറഞ്ഞതാര് ഓർക്കാൻ പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുമോ? അയ്യോ, അങ്ങനെ ഓർത്തെടുക്കാൻ അങ്ങനെയൊന്നും, അങ്ങനെ നമ്മളെ ഇങ്ങനെ ഇന്നത് ചെയ്യുമെന്നൊന്നും പറയണ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അത് ലാലേട്ടനെ പറ്റിയും ഇവരാരും അങ്ങനെ നമ്മളെ ദിസ് ഇസ് ഹൗ ടു ഡു യുവർ വർക്ക് എന്നൊന്നും പറയുന്ന, അങ്ങനെ അതാണല്ലോ അവരുടെ എളിമയും, അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത്, ഉസ്താദിന്റെ സെറ്റിൽ വെച്ചിട്ട് എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ മെമ്മറബിൾ ആയിരുന്നു. സർപ്രൈസ് ആയിരുന്നു. അന്ന് അറിഞ്ഞപ്പോൾ അവർ തന്നെ ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രസാദങ്ങൾ, നരേന്ദ്രപ്രസാദങ്ങൾ, അത് ഒരു മെയിൻ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വലിയ കോമ്പിനേഷൻ ആയിരുന്നു. ചിത്ര ചേച്ചി, കുറേ പേര്, അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ അവരെല്ലാവരും സെറ്റിലുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് എനിക്ക് എല്ലാവരും കേക്കൊക്കെ തന്ന്, അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നും ഓർത്തിരിക്കാവുന്നതാണ് അല്ലേ. പിന്നീടുള്ള യാത്രയിൽ പല സിനിമകൾ കഥ കേട്ടിട്ട് വേണ്ട എന്ന് തോന്നിയതാണ്, കുറച്ചൊന്ന് മാറി നിൽക്കാം അല്ലെ, എനിക്ക് ഡാൻസ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട്, എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, US സെറ്റിൽ ആവുന്നു, അങ്ങനെ വേണ്ട എന്ന് മനഃപൂർവ്വം വെച്ച് മാറിയതാണോ?
മനഃപൂർവ്വം വെച്ച് മാറിയത് എന്ന് വേണമെങ്കിൽ അതിപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നമുക്ക് മെയിനായിട്ട് ഡേറ്റിൻ്റെ ആണ്. നമ്മൾ അവർ വിളിക്കുന്ന സമയം ചിലപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ കാരണമാണ്, നമ്മളത് മാറാൻ കാരണമാകുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് വരുന്നതിനെ ചൊല്ലി, കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇവിടെ എല്ലാം സെറ്റാവും. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് അവിടെ എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ 6 മാസത്തോളം ബുക്കിംഗ് പ്രോഗ്രാംസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതും കമ്മിറ്റഡ് ആണ്, നോട്ടീസ് ഒക്കെ അടിച്ച് പേര് വെച്ചിട്ടുള്ളതാണ്. അവിടെ നോ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നാച്ചുറലി ആദ്യം വാക്ക് കൊടുത്തെടുത്ത് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ അത് റൈറ്റ് ഡിസിഷൻ ആണോ എന്ന് അറിയില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പല സിനിമകളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല സിനിമകൾ കാണുന്നുണ്ടല്ലോ, അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമകൾ അപ്ഡേറ്റ് ആണ്. അന്നത്തെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ സിനിമ എന്നുള്ളത്. ഒത്തിരി വ്യത്യാസമുണ്ട്. ആ ആർട്ടിസ്റ്റുകളിലാണെങ്കിലും എല്ലാവർക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അന്ന് ചെയ്തു വെച്ച കഥ ഇനിയിപ്പം പുതിയ സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഈ വേഷമൊക്കെ ചെയ്താൽ കൊള്ളാവിടുന്ന് തോന്നിയ സിനിമകളുണ്ടോ? സിറ്റുവേഷൻസ് ഒക്കെ കുറേ വളരെ റിയൽ ലൈഫായിട്ടുള്ള, വളരെ ക്ലോസ് ടു റിയൽ ലൈഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള സിനിമകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ ലെയർ പീൽ ചെയ്ത് വളരെ നമ്മുടെ എന്താ പറയുക പച്ചയായ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ആ ഒരു സ്ക്രിപ്റ്റിൽ ഞാനിങ്ങനെ അതിശയിച്ചിരുന്നിട്ടുണ്ട്. ചെറിയൊരു സിറ്റുവേഷൻ സിനിമ ആവുന്നുണ്ടല്ലോ ഇപ്പോൾ. അതെ 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 അതെ. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അത്തരം സിനിമകൾ ഓടുന്നുണ്ട്, വിജയമാവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, OTT വന്നതിന് ശേഷം ഒരുപാട് സിനിമകൾക്ക് തന്നെ ഒരു വേദിയായിട്ടുണ്ട്. അത് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കലാകാരന്മാർക്ക് അതൊക്കെ കാണുന്നുണ്ട്, വളർച്ചകളൊക്കെ കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പം വാട്സാപ്പ്, അന്നൊന്നും ആ വാട്സാപ്പ് ഇല്ല, ഒന്നുമില്ല. ഓർക്കുട്ടൊക്കെയാന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത് അല്ലേ. ഫേസ്ബുക്ക് അത് കഴിഞ്ഞിട്ടാ തോന്നുന്നു. നമുക്ക് ഓർക്കുട്ട് കാലത്തിൽ ഓടിയ ആളുകളാണ്. പക്ഷെ ഇപ്പൊ വാട്സാപ്പ് ഒക്കെ ഉണ്ട്. ഈ പഴയ ആളുകളൊക്കെ ആയിട്ട് ഒരു ബന്ധങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? അങ്ങനെ എങ്ങനെയാണ് ദിവ്യാണി ഇപ്പോൾ? കുറച്ച് മോശമാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും അതിൽ ഓട്ടത്തിലാണ്. അതായത് ഇപ്പോൾ ഡാൻസ് സ്കൂളിന് തന്നെ ഒരു സ്കൂളല്ലേ, അതിനൊരു അജണ്ടയുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞാൽ ക്രിസ്മസ്, നവരാത്രി, ദീപാവലി, ക്രിസ്മസ് പറയണ പോലെ നമുക്ക് അതിൻ്റെ സീസണിൽ അതിൻ്റേതായിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഹായ് ബൈ ഫ്രണ്ട്ഷിപ്സ് തന്നെയാണ്. പിന്നെ അവിടേക്ക് ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ അല്ല. അതിനു വേണ്ടി ഒരു സമയം നമ്മൾ നമ്മുടെ തിരക്ക്. പൊതുവെ വെക്കേഷൻ എടുക്കലിൽ വളരെ പിന്നോട്ടാണ് ഞാൻ. ഇങ്ങനെ പ്രോഗ്രാം, ഡാൻസ് ക്ലാസ്, അമ്പലങ്ങൾ, യാത്രകൾ, അങ്ങനെ ഈ യാത്രകൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു പ്ലഷർ ട്രിപ്പായിട്ട് ഒരിക്കലും പോയതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഈവൻ അതായത് വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നു, സിനിമയുടെ ഭാഗമായിട്ട് യാത്രകൾ ചെയ്തപ്പോൾ സ്ഥലങ്ങൾ കണ്ടു. അതിൻ്റെ പിന്നീട് ഡാൻസ് പരിപാടികളുടെ ഭാഗമായിട്ട് യാത്ര ചെയ്തപ്പോൾ സ്ഥലങ്ങൾ കണ്ടു. അപ്പൊ എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു പർപ്പസ്, ജോലി പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു യാത്രയല്ല, അങ്ങനെ ഒരു ശീലമായി. നമുക്ക് വേണ്ടി ഒരു യാത്രയില്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അമ്പലങ്ങളിലേക്കും ഒക്കെ തന്നെയാണ്. അപ്പോഴും അതിന്റെ ഭക്തിയോടുകൂടിയുള്ള യാത്രയാണല്ലോ. അങ്ങനെ ഒരു യാത്രയാണ്. ഈ ജീവിതത്തിൽ നമുക്ക് പല വീഴ്ചകളും പറ്റും അല്ലേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീഴ്ചകളുണ്ട്, ദിവ്യക്കുണ്ടാവും. അങ്ങനെ ഒരു വീഴ്ചകളൊക്കെ സംഭവിക്കും. നമ്മളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു കൈത്താങ്ങാകാൻ, അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ദിവ്യ ആരുടെ പേര് പറയും? ജീവിതത്തിൽ പല വീഴ്ചകൾ ആളുകൾക്ക് സംഭവിക്കും. അച്ഛൻ, അമ്മ, നൃത്തം. കോൺസ്റ്റന്റ് പ്രസൻസ് ആണ്. അച്ഛൻ ഇപ്പൊ ഇല്ല, പക്ഷെ അച്ഛൻ തന്ന ശക്തി കൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അമ്മ, ഡാൻസ്. അച്ഛനാണല്ലോ എവിടെയും യാത്രയ്ക്ക് ഉണ്ടാവുന്നത്. അച്ഛനാണ് കൂടെ ഉണ്ടായിരുന്നത്. ലൊക്കേഷനിലേക്കാണെങ്കിലും അച്ഛന്റെ കൂടെ കൈപിടിച്ച് അച്ഛന്റെ കൂടെ തന്നെ. അമ്മയ്ക്ക് അവിടെ ടെൻഷൻ ആയിരിക്കും എക്സാം ഒക്കെ ആകുമ്പോൾ. പഠിക്കുന്ന സമയത്തൊക്കെ ഷൂട്ടിന് വരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എക്സാം സമയത്ത് ഷൂട്ടിനായിരിക്കും. അതെ അതെ അതെ. എക്സാം എഴുതിയിട്ട് തിരിച്ച് ഒറ്റപ്പാലത്ത് ഷൂട്ടാണെങ്കിൽ രാവിലെ എക്സാം എഴുതി ഉച്ചയ്ക്ക് ഒറ്റപ്പാലത്ത് പോയി നൈറ്റ് വരെ ഷൂട്ട് ചെയ്ത് പിന്നെ രാത്രി ഓടിച്ച് വന്ന് കിടന്ന് എക്സാം എഴുതി പിറ്റേ ദിവസം, അങ്ങനെ 5 ദിവസം. മിഡ് ടേം പരീക്ഷയ്ക്കൊക്കെ ഒരു പരീക്ഷ മിസ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് സമ്മതിക്കത്തില്ല. അഭിനയിക്കാൻ പോകുമ്പോൾ പരീക്ഷ എഴുതുകയും ചെയ്യണം. ഒരു പരീക്ഷയും കളഞ്ഞിട്ടില്ല, ഒരു പരീക്ഷയും മിസ്സായിട്ടില്ല. അല്ലെങ്കിൽ അടുത്ത തവണ എഴുതിയെടുക്കൽ, അങ്ങനത്തെ ഒരു പരിപാടിക്കും ഒന്നും ഇല്ല എന്നുള്ള പറച്ചിൽ അഗ്രിമെന്റിലാണ് സിനിമയിൽ.
ഈ നൃത്തവും അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഓർത്തെഴുതിയിട്ടുള്ള നൃത്തം അത്രമാത്രം സ്നേഹിക്കുന്നു അല്ലേ? നൃത്തത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്നത്. ഈ നൃത്തം കൊണ്ട് നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ പഠിച്ച നൃത്തങ്ങളുണ്ടാകാം. നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കണ്ടാൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഏത് നൃത്തത്തിൻ്റെ ഒരു വിഷനായിരിക്കും? അത് ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. അതിപ്പോ ദുഃഖം എന്തിനെ ഇപ്പൊ ബേസ് ചെയ്താണ്. ചിലപ്പോ ഭഗവതി ആയിരിക്കും, ചിലപ്പോ കൃഷ്ണനായിരിക്കും, ചിലപ്പോ ശിവനായിരിക്കും. പക്ഷെ എല്ലാം മീഡിയം നൃത്തമാണ്. അതാണ് നമ്മൾ മറന്നു പോകുന്നത്. അതൊരു ഭയങ്കര ഒരു ഫിലോസോഫിക്കലാണ് അത് ആക്ച്വലി. ബിക്കോസ് ആ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള കണക്ഷനാണ്. അത് ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് തോന്നുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ. നൃത്തത്തിൽ പ്രണയിക്കാൻ നമുക്ക് എന്തായാലും ദുഃഖത്തിൽ അങ്ങനെ വരും, സന്തോഷത്തിലും ഉണ്ടാവും. സന്തോഷത്തിലും കൂടുതലുണ്ടാവും. സന്തോഷത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന പല രൂപങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുക അല്ലേ? ഈ സിനിമ ചെയ്തു വെച്ച സിനിമകളെല്ലാം നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വേണ്ട എന്ന് തോന്നിയ സിനിമകൾ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ട് അത് വേണ്ടായിരുന്നു, എനിക്ക് ആ സിനിമയിൽ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ജീവിതത്തിൽ? ആക്ച്വലി അങ്ങനെ ഇല്ല. എല്ലാവരും എന്നോട് ഞാൻ ചെയ്തേക്കുന്ന എല്ലാ സിനിമകൾ പറ്റിയും ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. സോ ഐ തിങ്ക് കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഒന്നും തെറ്റുപറ്റിയിട്ടില്ല അല്ലേ? അത് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും അല്ല? ചെയ്ത സിനിമകൾ കഥാപാത്രം പറയണതിന്റെ അല്ല, ആളുകൾ പറയണു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തതല്ല, ഇതൊന്നും ഭഗവാനായിട്ട് കൊണ്ട് തന്നതാണ്. സോ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്ന ആ കാലത്ത് ആരായിരുന്നു? അച്ഛനായിരുന്നു? ഒന്നും കേൾക്കില്ല? അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ പിന്നീട് ഇപ്പോഴാണ് അതൊക്കെ. ഞാൻ ഇപ്പോഴും കൂടെ പറയായിരുന്നു പലരുടെ അടുത്തും, ഈ റീഡിങ്ങും റിഹേഴ്സലും കോസ്റ്റ്യൂം ട്രയലും ലുക്ക് ട്രയലും അതൊക്കെ പുതിയ കോൺസെപ്റ്റ്സ് ആണ്, നല്ലതാണ്. ഞാൻ അതിന് യെസ് ഗുഡ് ബാഡ് എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ മോണിറ്റർ, അതൊന്നും നമ്മൾക്ക് ഇതൊക്കെ പുതിയതാണ്. ഞാനിത് ഈ വളർച്ചയൊക്കെ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്. ബിക്കോസ് വിളിക്കുന്നത് ഇപ്പോൾ ഐ.വി. ശശി സാർ രണ്ടാമത്തെ സിനിമ. സോ സാറിനോട് എന്ത് നമ്മൾ പറയും? ഒന്നും പറയാൻ പറ്റില്ല. സാർ കഥ പറയൂ, ക്യാരക്ടർ കേൾക്കട്ടെ. നോ. ഭരതൻ സാറിനോട് സാർ എനിക്കൊരു ഡേറ്റ് തരുമെന്ന് പറഞ്ഞാൽ ആ സാർ കഥ പറഞ്ഞിട്ട് ഞാൻ പറയുമോ? നമ്മളില്ല. ആര് പറയും? ആർക്കും പറയാൻ പറ്റില്ല. ലോഹി അങ്കിളിനോട് ആര് പറയും? സിദ്ദിഖ് ലാലിനോട് ആര് പറയും? സിദ്ദിഖ് സാർ നോ. ആരോട് നോക്ക്? സിബി മലയിൽ സിബി സാറിനോട്. സിബി സാറിന്റെ കൂടെ 3 സിനിമ ചെയ്തിട്ടുണ്ട്. 3 സിനിമ ഉണ്ടല്ലേ? നീ വരുവോളം ചെയ്തു, പ്രണയവർണ്ണങ്ങൾ ചെയ്തു, ഉസ്താദ് ചെയ്തു. എനിക്ക് ഉസ്താദും പ്രണയവർണ്ണങ്ങളും മറ്റേത് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. ആദ്യം നീ വരുവോളാണ് ചെയ്തത്, എൻ്റെ 4ാമത്തെ സിനിമയായിരുന്നു. രാജസേൻ സാറിൻ്റെ കൂടെ കഥാനായകൻ. സോ ഇവരുടെയൊക്കെ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇല്ല, അച്ഛനും കഥ കേട്ടിട്ടില്ല, ഒന്നുമില്ല. കോസ്റ്റ്യൂം ട്രയലും അങ്ങനത്തെ ഒന്നുമില്ല. അളവ് കൊടുക്കാൻ പറയും, അളവെടുക്കും, കോസ്റ്റ്യൂംസ് റെഡി ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് പതുക്കെ നമ്മളൊരു 2-3 ദിവസത്തിൽ നമ്മൾ ഫുൾ കഥ അറിയും. അതെ അതെ, അവിടെ പറഞ്ഞു കേട്ട കഥകൾ അറിഞ്ഞു പോകും. ദാറ്റ്സ് ഓൾ. ആൻഡ് അതും ഒരിക്കലും ഒരു അയ്യോ ഇത് മിസ്റ്റേക്ക് ആയിട്ട് അല്ലെങ്കിൽ അയ്യോ അറിയാണ്ട് വന്ന് പെട്ടു അങ്ങനെയൊന്നും. അതൊക്കെ എന്താ പറയുക, അതൊരു ബ്ലെസ്സിങ് ആണ്. ഇതൊക്കെ നമുക്ക് നമ്മളീ പറ്റിയെന്നൊന്നും തോന്നേണ്ടി വന്നിട്ട് പോലും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ നമ്മൾ ഈ പറഞ്ഞ സംവിധായകന്മാർ ഏറ്റവും നമ്പർ 1 സംവിധായകരുടെ കൂടെയാണ് അന്ന് കൈകോർത്തത്. അത് വലിയൊരു മഹാഭാഗ്യമാണ്. ആർക്കും കിട്ടാത്ത ഭാഗ്യം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ആളുകൾക്കാണ് അത്തരം ഭാഗ്യം കിട്ടുന്നത്. ആ ദിവ്യാവുണ്ണിയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അന്നത്തെ ദിവ്യാവുണ്ണി തന്നെയാണ് ഇന്നും എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നു. ആ കണ്ണെഴുത്താണെങ്കിലും അതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അന്നും ഇന്നും അതേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറെ സ്റ്റൈലാക്കാൻ വേണ്ടി, പക്ഷെ അതിലേക്കൊന്നും ദിവ്യാവുണ്ണി എന്ന നടി, ആ നർത്തകി മാറിയിട്ടില്ല. അങ്ങനെ മാറണ്ട എന്ന് സ്വയം തീരുമാനിച്ചാണോ? ഇല്ല, അങ്ങനെ എന്താ പറയാ, മാറ്റങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. മാറിയില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടായാൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കുള്ളായിരിക്കും. അതായിരിക്കാം, എനിക്കറിയില്ല. അല്ല, USA ജീവിക്കുന്നു, ഒന്നിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ദിവ്യയായിട്ട് മലയാളികളുടെ പ്രിയപ്പെട്ട അയൽവക്കത്തുള്ള ആ പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഇന്നും ഇരിക്കുന്നത്. അത് കർമ്മരംഗം ഒന്നാണ് എല്ലായിടത്തും, അതുകൊണ്ടാണ്. നൃത്തം അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കൾച്ചർ എനിക്ക് അവിടെയും കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് കൾച്ചറിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് അവിടെയും പറ്റിയിട്ടുണ്ട്.
അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയതും. അതായത് ഞാൻ താമസിക്കുന്നിടത്ത് ഇപ്പോൾ വലിയൊരു ഇപ്പോൾ മഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വേറെ ജീവിത രീതി ഫോളോ ചെയ്യേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ വളരും. കരിയേപ്പില തൊട്ട് പാവയ്ക്ക തൊട്ട് എല്ലാം വളരുന്ന നിറച്ച് അമ്പലങ്ങളുള്ള നിറച്ച് മലയാളികളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ടെക്സസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു വലിയ ചേഞ്ച് എൻ്റെ ജീവിത രീതിയിലോ ഒന്നും എനിക്ക് വരുത്തേണ്ടി വന്നിട്ടില്ല. ഒന്നിലും വന്നിട്ടില്ല. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു രീതിക്ക് ഒരു മാറ്റം എനിക്കൊന്ന് അന്ന് ലൊക്കേഷനിലൊക്കെ ഞാൻ പിന്നീട് കേട്ട അന്ന് ലൊക്കേഷനിൽ ദിവ്യാവണ്ടി വരുമ്പോൾ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് വരും. ഈ കണ്ണെഴുത്ത് ഒരു നിർബന്ധമായിരുന്നു ദിവ്യാവണ്ടി. കണ്ണെഴുതിയേ വരികയുള്ളൂ. അത് സത്യം തന്നെയല്ലേ? അതെ അതെ. വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ സെറ്റ് ചെയ്താണ്. അച്ഛനത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കണ്ണെഴുതണം, പൊട്ടു തൊടണം എന്നുള്ളത്. ചന്ദനവും രാവിലെ കുളിച്ച തൊടണം എന്നുള്ളത്. അത് അങ്ങനെ തന്നെ തുടർന്ന് അതൊരു ട്രെയിനിങ്. തുടർന്ന് തന്നെ. പിന്നെ അവിടെ ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ് മാറുന്നുള്ളൂ. അതെ 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 അല്ലേ? ഈ പല ആളുകളിലും കൂടെ അഭിനയിച്ച് ഞാൻ പറഞ്ഞില്ല, മമ്മൂക്ക, മോഹൻലാൽ എല്ലാവരും കൂടെ അഭിനയിച്ചു. എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ ശ്രീനിച്ചേട്ടനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ശ്രീനിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ശ്രീനിച്ചേട്ടന് ഒത്തിരി നായികമാരോട് അഭിനയിച്ചപ്പോൾ ഒത്തിരി പേര് അഭിനയിച്ചു. ശ്രീനിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക, അഭിനയ രംഗത്ത് ഏറ്റവും ഇഷ്ടം ഉർവശി ചേച്ചി എന്നാണ് എന്നോട് പറഞ്ഞത്. അത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഇതാണ് പറഞ്ഞത്. എത്രയോ സിനിമകൾ ദിവ്യ ചേച്ചിക്ക് അഭിനയിച്ചു വെച്ചതിൽ ഒരു നായകൻ്റെ പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളുമായിട്ട് എപ്പോഴും അടുത്ത് നിന്ന് അഭിനയിച്ച ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? എല്ലാവരും ഒന്നായിരിക്കും. പക്ഷെ എങ്കിലും ഏറ്റവും അധികം സിനിമകൾ ചെയ്തതാണ് ജയറാമേട്ടൻ്റെ കൂടെയാണ്. അത് നിങ്ങൾ ഭയങ്കര കോംബോ ആയിരുന്നു ആ സമയത്ത്. ഏറ്റവും കൂടുതൽ സിനിമകൾ നിങ്ങൾ തമ്മിലായിരുന്നു. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്ത സിനിമകളിൽ 6 സിനിമകൾ ജയറാമേട്ടൻ്റെ കൂടെയാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു സബ്ജക്റ്റ് വൈസ്? അതിൽ സബ്ജക്റ്റ് വൈസ് എനിക്ക് കാരുണ്യമാണ്. പക്ഷെ ഞാൻ ആസ്വദിച്ച് അഭിനയിച്ചത് സൂര്യപുത്രനാണ്. ഒരുപാട് ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഇന്നസെന്റ് അങ്കിളിൻ്റെ കൂടെ ജയറാമേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇന്നസെന്റ് അങ്കിൾ, ജഗതി അങ്കിള്, ഹനീഫിക്ക, ഊട്ടി, ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ. അങ്ങനെ ഈ ആദ്യ സിനിമയിലും അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കല്യാണ സൗന്ദര്യത്തിൽ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്ന സിനിമയിലാണല്ലോ എത്തിപ്പെടുന്നത്. കുറേ ആർട്ടിസ്റ്റുണ്ട്. ചെയ്തു വെച്ച കുറേ സിനിമ കൂടുതൽ ആളുകളുള്ള സിനിമയിലാണ് അഭിനയിച്ചേക്കണം. അത് കൂടുതൽ എക്സ്പീരിയൻസ് അല്ല കിട്ടിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ? അതെ അതെ. എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ന്യൂ കമ്മറെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയൊക്കെ എത്തി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, ആ സ്നേഹം ഞാൻ ഇപ്പോഴും പറയുന്നു. ദിവ്യാവണ്ടി എന്നൊരു ആക്ടറിനുള്ള സ്നേഹം മലയാളി പ്രേക്ഷകർക്ക് അന്നും ഇന്നും ഒരുപോലെ ഉണ്ട്. ഇപ്പോഴും ഒരു ടി വിയിൽ സിനിമ വന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. ടി വി വെക്കുമ്പോൾ സിനിമകൾ കാണും. സൂര്യ ടി വിയിലൊക്കെയാണ് കൂടുതൽ സിനിമകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട. ആ ദിവ്യ ഉണ്ണി മലയാളത്തിലേക്ക് ഇനി എന്നാണ് ഒരു തിരിച്ചു വരിക സിനിമയിലേക്ക്? പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാവും ഞങ്ങളുടെ മുമ്പിൽ. സിനിമയിലേക്ക് എന്നായിരിക്കും ഒരു തിരിച്ചു വരവ്? നോക്കാം, നമ്മള് സമയമാകുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ട്. സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവാക്കേണ്ടി വരുന്നു. വേറെ കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. പ്രയോറിറ്റീസ് ഉണ്ടല്ലോ നമുക്ക്. ഡ്യൂട്ടീസ് ഉണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. സോ അതിനൊക്കെ ചിലപ്പോൾ മുൻതൂക്കം കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നോക്കാം. വരും. ഇല്ല എന്ന് പറയുന്നത് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. പറഞ്ഞൂടെ പറഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ടി വരില്ലല്ലോ. വയ്യെങ്കിന്ന് പറഞ്ഞൂടേന്നല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നോക്കാം. വരും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാൻ പോവാം. താങ്ക് യു. നമുക്ക് ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി. ഡാൻസിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് നല്ല സബ്ജക്റ്റ്. ഇനി ദിവ്യാവണ്ടി തിരിച്ചു വരുന്നതിലുള്ള ആ രീതിക്കുള്ള കുടുംബ ചിത്രമായിട്ട് തന്നെ വന്നു. കുടുംബ സദസ്സുകളിലായിരുന്നു ദിവ്യാവണ്ടി എന്ന ആക്ടറെ എന്നും സ്നേഹിച്ചിരുന്നത്. ഫാമിലി ആയിരുന്നു. അതേ സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമ്മളിപ്പോഴും നല്ല സംവിധായകരുണ്ട് കേട്ടോ. പുതിയ സംവിധായകർ എത്ര പേരുണ്ടെന്നറിയോ? ഡെഫിനറ്റ്ലി. പിന്നെ ഞാൻ കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് അപ്ഡേറ്റഡ് ആണ് ഞാൻ. സോ അങ്ങനെയാണ്. പക്ഷെ സമയക്കുറവുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കൈ കാണിക്കുകയാണ് പത്രസമ്മേളനം. ഞാൻ ഈ സമയമൊന്നും കിട്ടാൻ എൻ്റെ ഇന്റർവ്യൂ തീരാറുള്ളതല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, പറ്റുമെങ്കിൽ മാത്രം മറുപടി പറയുക. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി വരിക. ഞാൻ ചോദിക്കാതെ പോകുന്നത് ശരിയല്ല. ദിവ്യാവണ്ടിയുടെ ഒരു പോസ്റ്റ് വന്നാൽ, ദിവ്യാവണ്ടി ഒരു എയർപോർട്ടിൽ ഇറങ്ങിയത് വന്നപ്പോൾ അപ്പോഴും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇതുവരെ ദിവ്യാവണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടോ. കലാഭവമണിയുടെ ഒരു ജീവിതമായിട്ട് വന്നു. കലാഭവമണിയുടെ നായികയാകാൻ ദിവ്യാവണ്ടി വിസമ്മതിച്ചു. ഇപ്പോഴും കമന്റുകൾ വരുന്നുണ്ട്. അതിനൊരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കൊന്ന് തോന്നി. പക്ഷെ അത് ഒരു ഇന്റർവ്യൂവിൽ ഒരെണ്ണത്തിൽ ഞാൻ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു തവണ ഞാൻ അന്നേരം തന്നെ പറഞ്ഞിരുന്നു, അത് ഇത് ആദ്യത്തെ അവസാനത്തെ റിപ്ലൈ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് റെഫർ ചെയ്യുമോ?
അത് അത് പൊളിച്ചോട്ടെ, അതൊന്ന് എടുത്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പ്ലീസ് ഞാനത് അതൊന്ന് റെഫർ ഇല്ല, ഞാനത് ഞാനൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ പറയണ, ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതുകൊണ്ട് ഇന്ന് പറയുന്നുമില്ല, അങ്ങനെയല്ല പറഞ്ഞ? ആ, അതുകൊണ്ടൊന്നല്ല, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ. എന്തായിരുന്നു ഒന്ന് പറഞ്ഞു? അല്ല, അന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മള് എനിക്കറിയാം, അദ്ദേഹത്തിന് അറിയാം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ്, നമ്മള് ഒരു ജസ്റ്റിഫൈഡ് അല്ല അത് മനുഷ്യേട്ടനെ പറ്റി അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയണത്. ആളുകൾ പറയണത് എന്ന് പറയുന്നത്, ആളുകൾ പറയും, എന്തായാലും ഒരു ഹിന്ദി പാട്ടില്ലേ, ലോകവും കാം എന്തോന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളത്, അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ നമ്മളെന്തിനാന്ന് ഇവരെ ഫീഡ് ചെയ്യണത്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഇന്നലെ കൂടെ ഒരു പോസ്റ്റ് വായിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ പട്ടിണിക്കിടുക, സ്റ്റാർവ് ഇറ്റ്. അത് പട്ടിണി കിടന്ന് അത് ചാവട്ടെ എന്ന്. അപ്പം നമ്മൾ അതിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കണോണ്ടാണ് ഇത് വളരണേന്നാണ് വലിയ ആളുകൾ പറയണത്. കൃത്യം മറുപടി കേട്ടോ, നമ്മൾ നോക്കാതിരുന്ന എന്റെ കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കണ്ട, അപ്പൊ ഞാൻ പട്ടിണിക്കിട്ടിരിക്കുക, ഭക്ഷണിക്കിട്ടുക, അത്ര കാലം ഭക്ഷണിക്കിട്ടുക. അല്ല, ഇത് ഞാൻ ചോദിച്ചു എന്ന് മാത്രമല്ലോ, എനിക്കറിയാം. ഞാനും ഈ കഥകൾ ഞാൻ അതിന് പിന്നീട് വേറെ ആളുകളടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിനയൻ സാറിൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ. പക്ഷെ അതിനുശേഷമാണ് വിനയൻ സാറുമായിട്ട് വിനയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ദിവ്യാണ്ടി എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി. അന്നുണ്ടായ എന്തോ സംഭവങ്ങൾ അത് വലിയ രീതിയിൽ വലിച്ചു നീട്ടി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ എടുത്തത് ആഘോഷിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണിക്കിട്ടൊക്കെയാണ് ഞാൻ, അതവിടെ കിടന്നു പോയിക്കോട്ടെ. അത് കാണുമ്പോൾ ദുഃഖം വരാറുണ്ടോ? ഇല്ല. അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ദുഃഖിച്ചിരുന്ന് ഇരിക്കാനേ സമയമുള്ളൂ അല്ലേ? അല്ല, ദിവ്യാണ്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം, അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഞാനിത് കൃത്യമായിട്ട് മറുപടി പറയുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്. ചോദിച്ചു വന്ന് അനുമതി മേടിച്ചിട്ടാണ് ചോദിച്ചത്, അല്ല വേറെ ഒന്നും രീതിക്ക് എടുക്കുകയും ചെയ്തത്. ഞാൻ വീണ്ടും പറഞ്ഞു, ദിവ്യാണ്ടിയുടെ സിനിമകൾ കണ്ടു വളർന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിവ്യാണ്ടി ഇനിയും സിനിമയിലേക്ക് തിരിച്ചു വരണം. ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഈ ഒരു ഇന്റർവ്യൂ ഇത്രയും സമയം കൊണ്ട് അവസാനിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇതുവരെ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ല. അത് സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം 29 ഡാൻസ് പ്രോഗ്രാമിന് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.